വയനാട് ജില്ലയിലെ വന്യജീവി സങ്കേതത്തിലടക്കമുള്ള വനങ്ങളിൽ ഓരോ വർഷവും വീണ് നശിക്കുന്നത് കോടികൾ വിലമതിക്കുന്ന മരങ്ങളാണ്. ഇതുവരെ മഴയിലും കാറ്റിലും മാത്രം നൂറുകണക്കിന് മരങ്ങളാണ് നിലംപൊത്തിയത്. സർക്കാരിന് വൻ തുക ലഭിക്കുന്ന മരങ്ങളാണ് ഇത്തരത്തിൽ ആർക്കും ഉപകാരമില്ലാതെ പോകുന്നത്. വനാതിർത്തിയിലും പാതയോരത്തും ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിയും തേക്കും മാതിരിയുള്ള വിലപിടിപ്പുള്ള കുന്നിയും ചടച്ചിയും ഒക്കെ മരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എടുത്ത് ലേലം ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ അത് ഡിപ്പോയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടും. നമുക്കറിയാം സർക്കാരിൻ്റെ അവസ്ഥ. സർക്കാർ തന്നെ പറയുന്നു കോവിഡ് ബാധിച്ചിരിക്കുന്നു, സർക്കാരിലേക്ക് പണമില്ല, അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ ഈ മരങ്ങളെല്ലാം സംരക്ഷിക്കുകയാണെങ്കിൽ എത്രയോ പണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ കർഷകൻ്റെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ, നമുക്കറിയാം ചന്ദനം ഒഴികെ എല്ലാ മരവും മുറിക്കാമെന്നൊരു തീരുമാനം കേന്ദ്ര വനംവകുപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നത് നടപ്പിലാകുന്നില്ല. കർഷകൻ്റെ മരം ഒരു പറമ്പിൽ നിൽക്കുന്ന വീണ് കിടക്കുന്ന ഒരു ഈട്ടി പോലും തൊടാൻ കഴിയാത്ത, ഒരു കമ്പ് പോലും തൊടാൻ കഴിയാത്തതാണ് അവസ്ഥയുള്ളത്. അങ്ങനെ തന്നെ വയനാട്ടിലുള്ള ഏതാണ്ട് നമുക്കറിയാം വയനാട്ടിൽ 30% വനമാണുള്ളത്. ഈ 30% വരുന്ന വനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് നശിച്ചു പോകുന്നത്. ആർക്കുമില്ലാണ്ട് നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഈ മരങ്ങളെല്ലാം ഡിപ്പോയിലെത്തിക്കുകയും ലേലം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് പാതയോരങ്ങളിൽ മഴക്കാലത്ത് വീണ് ഒരു ഉപയോഗത്തിനും പറ്റാത്ത രീതിയിൽ മുറിച്ചു നീക്കിയ മരങ്ങൾ വഴിമുടക്കുകളായി കിടന്ന് നശിക്കുന്നുമുണ്ട്. ജില്ലയിൽ 2131 സ്ക്വയർ കിലോമീറ്ററോളം ഉള്ള വനത്തിലാണ് മഴയിലും കാറ്റിലും മറിഞ്ഞും ഒടിഞ്ഞും വന്യജീവികൾ മറിച്ചിട്ടതും ഉണങ്ങിയതുമായ വിലപിടിപ്പുള്ളതും അല്ലാത്തതുമായ ആയിരക്കണക്കിന് മരങ്ങൾ വെയിലും മഴയുമേറ്റ് പൊടിഞ്ഞും ചിതലരിച്ചും തീരുന്നത്. ഇതിനു പുറമെ കാട്ടുതീയിൽ ചാരമാകുന്നത് കോടികളുടെ മരങ്ങളാണ്. 4 വർഷം മുൻപ് ചില റേഞ്ചുകളിൽ ഇത്തരത്തിൽ വീണ കുറഞ്ഞ മരങ്ങൾ ലേലം ചെയ്തിരുന്നു. അന്ന് 8 കോടിയോളം രൂപ ലേലത്തിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വനസമ്പത്ത് നഷ്ടമാകാതെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.